വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വൈസ് പ്രസിഡന്റ് ധൻഖർ അദ്ദേഹം രാജിവെച്ചു. ഇന്നലെ 4 മണിവരെ അദ്ദേഹം രാജ്യസഭയിലുണ്ടായിരുന്നു. സദാനന്ദ മാസ്റ്റർ അടക്കമുള്ള 4 പേരുടെ രാജ്യസഭ നോമിനേഷൻ ചെയ്ത 4 പേരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുണ്ടായിരുന്നു. അങ്ങനെ നിരവധി പരിപാടികളുണ്ടായിരുന്നു. 4 മണിവരെ അദ്ദേഹം സഭയിലുണ്ടായിരുന്നു. അതിനിടയിലാണ് ജസ്റ്റിസ് വർമ്മയ്ക്കെതിരായിട്ടുള്ള ഒരു കുറ്റപത്രം നോട്ടീസ് ചർച്ച ചെയ്യണം, അതിൻ്റെ അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യണമെന്നുള്ള ഒരു 1063 പേർ ഒപ്പിട്ട MP-മാർ ഒപ്പിട്ട കത്ത് അല്ലെങ്കിൽ ആ പ്രമേയം ചർച്ച ചെയ്യണമെന്നുള്ള റിക്വസ്റ്റ് വൈസ് പ്രസിഡൻ്റെ കയ്യിൽ കിട്ടും. അപ്പോൾ സഭാധ്യക്ഷൻ എന്നുള്ള നിലയിൽ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും പ്രമേയത്തിന് അവസരം ചോദിച്ചാൽ കൊടുക്കണം, കൊടുക്കാതിരിക്കാം, അത് അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരമാണ്. എന്തായാലും അദ്ദേഹം കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ലോകസഭയിലും ഇതിന് സമാനമായിട്ടുണ്ട്. അപ്പോൾ ലോകസഭയും കൂടി ആലോചിച്ചിട്ട്, ലോകസഭാ സ്പീക്കറും കൂടി ആലോചിച്ചിട്ട് പ്രമേയത്തിന് അനുമതി കൊടുക്കാം. എന്തായാലും അദ്ദേഹം നോട്ടീസ് സ്വീകരിച്ചു. 4 മണിക്ക് അകത്ത് വരെ സഭയിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നിലാണ് ഈ നോട്ടീസ് സ്വീകരിച്ചത്. പക്ഷേ 9 മണിക്ക് രാത്രി രാജിവെച്ചു. ഒരുപാട് അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. ഒന്ന്, BJPയുടെയും RSSൻ്റെയും എതിർപ്പുണ്ടെന്ന് പറയുന്നു. BJPയുടെ സഭയുടെ അന്തസ് ഉയർത്തിക്കാണിക്കാനായിട്ട് ശ്രമം നടത്തിയില്ല എന്നുള്ള പരാതി പറയുന്നു. ഭരണകക്ഷിയെ പ്രതിരോധിക്കേണ്ട സഭയിൽ അങ്ങനെ ഒരു നിയമമില്ല, നയമവുമില്ല, നിയമമൊന്നുമില്ല. എന്നാലും സഭാധ്യക്ഷൻ എപ്പോഴും സഭയെ ഭരണകക്ഷിയെ പ്രതിരോധിക്കാറുണ്ട് പല കാര്യങ്ങളിൽ, രാഷ്ട്രീയമായിട്ടൊക്കെ. എതിരാളികൾക്ക് അവസരം വലുതായിട്ട് കൊടുക്കാറില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും ഭരണകക്ഷിയിലെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പാർലമെൻ്ററി ബോർഡ് ചെയർമാൻ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട കൺവീനർ ആളുകളുമായിട്ടൊക്കെ ആലോചിച്ചിട്ടൊക്കെയാണ് പലതും ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഇതൊന്നും നടക്കാതെ തന്നെ ഈ പ്രമേയം സ്വീകരിച്ചതിൻ്റെ പേരിൽ വലിയൊരു ചർച്ച, അകത്തുള്ള ചർച്ച നടന്നു. എന്തായാലും ചർച്ചയ്ക്ക് ഇടം കൊടുക്കാതെ അദ്ദേഹം രാജിവെച്ചു. ഇതിനിടയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച്, നേരത്തെ കേരളത്തിൽ വന്നപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളം വെച്ച് ദേഹാസ്വസ്ഥ ഉണ്ടായിരുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാണ് രാജിവെക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കത്ത് കൊടുത്ത് രാജിവെച്ചത്. എന്തായാലും രാജി സ്വീകരിച്ചു. ഇന്നലെ മുതൽ നമുക്ക് രാത്രി 9 മണി മുതൽ വൈസ് പ്രസിഡന്റ് ഇല്ല. അപ്പോൾ പുതിയ പേരുകൾ ധാരാളം ഉയർന്നു കേൾക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ചിന്തിക്കുകയും പറയുകയും വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പേരാണ് ഇന്ത്യയിൽ ഗവർണറായിട്ടോ വൈസ് പ്രസിഡൻ്റായിട്ടോ പരിഗണിക്കാവുന്ന, അല്ലെങ്കിൽ പ്രസിഡൻ്റായിട്ട് വരെ പരിഗണിക്കാവുന്ന ഒരു പേരാണ് ശശി തരൂർ. ഡോക്ടർ ശശി തരൂർ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനകത്ത് പല തീരുമാനങ്ങളും വരാം. കാരണം തിരുവനന്തപുരത്ത് അങ്ങനെയാണെങ്കിൽ ശശി തരൂർ വൈസ് പ്രസിഡൻ്റായിട്ടോ ഒക്കെ പ്രസിഡന്റ് ഇപ്പോൾ ഉടനെ പറ്റില്ല, ഞാൻ പറഞ്ഞു, പോയാൽ സ്വാഭാവികമായിട്ട് ഇവിടെ സീറ്റ് ഒഴിയും, ഇവിടെ തെരഞ്ഞെടുപ്പ് വരും. BJPക്ക് ഇപ്പോൾ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് രാഷ്ട്രീയമായ കാര്യങ്ങളും BJP കാണും. എന്തായാലും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശശി തരൂരിൻ്റെ പേര് കേൾക്കുന്നു. പിന്നെ ചില ചർച്ചകളുടെ അല്ലെങ്കിൽ ചില ഊഹാഭോഗങ്ങളുള്ളത് നമ്മുടെ ആരിഫ് ഖാൻ, പിന്നെ നമ്മുടെ നേരത്തെ കേരള ഗവർണർ ഇപ്പോൾ ഇവിടെ ഇല്ല, കേരളത്തിൽ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും കേൾക്കുന്നുണ്ട്. പിന്നെ PS ശ്രീധരൻപിള്ള, നമ്മുടെ അദ്ദേഹം ഗവർണർ സ്ഥാനം ഒഴിഞ്ഞ്, ഗോവ ഗവർണർ സ്ഥാനം പീരീഡ് കഴിഞ്ഞപ്പോൾ ഒഴിഞ്ഞു. നേരത്തെ മിസോറാം ഗവർണറായിരുന്നു, അദ്ദേഹവും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല പേരുകളും കേൾക്കുന്നു. ഇനി പുതിയ പേരുകൾ ആരെങ്കിലും, പത്മജ വേണുഗോപാൽ അടക്കമുള്ള ആളുകളുണ്ടല്ലോ. ഒരുപാട് ആളുകൾ BJPയിൽ നിന്നുണ്ട്, കോൺഗ്രസിൽ നിന്ന് വന്നവരും അല്ലാത്തവരുമായിട്ട് ധാരാളം പേരുണ്ട്. ആരൊക്കെയാണ് ഇനി ഒരു ഭാഗ്യം ഉണ്ടാവുക എന്നറിയില്ല. എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് രാജിവെച്ചു. പുതിയ വൈസ് പ്രസിഡന്റ് ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ വരാനിരിക്കുന്നേ ഉള്ളൂ, വരുന്ന അടുത്ത ദിവസങ്ങളിൽ. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം, ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം, ദേശീയ ജനറൽ സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കണം. അപ്പോൾ RSSനും BJPക്കും ഒക്കെ ദേശീയ തലത്തിൽ വലിയ ചുമതലകളും ചർച്ചകളും കൂടിയാലോചനകളും ഒക്കെയാണ് വരാനിരിക്കുന്നത്. നമുക്കറിയാൻ കഴിയില്ല ഇപ്പോൾ എന്താ സംഭവിക്കുക. കാരണം വളരെ കൃത്യമായ ധാരണകളോടെയും അല്ലെങ്കിൽ അത്ഭുതങ്ങൾ പലപ്പോഴും പിന്നെ മുസ്ലിമായിട്ടുള്ള APJ അബ്ദുൽ കലാമിനെ പ്രസിഡൻ്റാക്കുക, ഗോവിന്ദന് പിന്നെ ദളിത് വിഭാഗത്തിൽ നിന്ന് ഗോവിന്ദിനെ പ്രസിഡൻ്റാക്കുക, അതുപോലെ തന്നെ പിന്നെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മുർമു എന്ന് പറയുന്നത് ട്രൈബൽ വിഭാഗത്തിൽ നിന്നാണ്. അപ്പോൾ അറിയാൻ പറ്റില്ല എന്താണ് അത്ഭുതങ്ങൾ സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കേരളത്തിനൊരു വൈസ് പ്രസിഡന്റ് സ്ഥാനം കിട്ടുമോ അതോ മറ്റേതെങ്കിലും സ്റ്റേറ്റുകാർക്കായിരിക്കുമോ എന്നറിയില്ല. എന്തായാലും കാലം എന്താണ് കാത്തുവച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അത് തന്നെ വരുമെന്ന് നമുക്ക്, എന്താണെന്ന് വരുന്നത് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം.